അഴിമതി ആരോപണം നേരിടുന്ന ആലുവ നഗരസഭാ ചെയർമാനെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ. അനധികൃത കച്ചവടങ്ങൾക്ക് അനുമതി കൊടുത്ത് അതിന്റെ മറവിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ചെയർമാൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് ബിജെപി ആലുവ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആവശ്യം. നഗരസഭാ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ആലുവ മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രദീപ് പെരുമ്പടന ഉദ്ഘാടനം ചെയ്തു. ആലുവ നഗരസഭയിൽ ദേശീയപാത മേൽപ്പാലത്തിന് താഴെ പേയാൻ പാർക്കിന് കരാർ കൊടുത്തത് ദേശീയപാത അതോറിറ്റിയുടെ ഒഴിപ്പിക്കുന്നതിനുള്ള കത്ത് കൌൺസിലിൽ നിന്നും മറച്ചുവെച്ച് നഗരസഭാ ചെയർമാൻ അവിടെ അനധികൃത കച്ചവടങ്ങൾക്ക് അനുമതി കൊടുക്കുകയും അതിന്റെ മറവിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്തുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഇതിനെതിരെ ഭരണപക്ഷ കൌൺസിലർമാരും ചെയർമാനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. ബിജെപി മുനിസിപ്പൽ കമ്മിറ്റി അധ്യക്ഷൻ ആർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ആലുവ മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രദീപ് പെരുമ്പടന ഉദ്ഘാടനം ചെയ്തു. നഗരസഭയില് 100 വർഷം പിന്നിടുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ മറവില് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ തൊട്ടുമുന്നില് ഈ മുനിസിപ്പൽ ഓഫീസിന്റെ തൊട്ടുമുന്നില് പണിതിട്ടുള്ള ജലധാരയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഈ നമ്മുടെ മുനിസിപ്പൽ കൌൺസിലിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാർ ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒളിച്ചോടുന്ന ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്ക് ഒത്താശ ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷമുണ്ട്, ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷം. 2023 നവംബർ 21 ദേശീയപാത മേൽപ്പാലത്തിന് താഴെയും സർവീസ് റോഡുകളിലുമുള്ള പേയാൻ പാർക്ക് ഉൾപ്പെടെ അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നതിന് നഗരസഭയോട് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി കത്ത് നൽകിയിരുന്നു. പിന്നീട് 5 മാസം കഴിഞ്ഞ് ഏപ്രിൽ 2024 പ്രസ്തുത സ്ഥലം പേയാൻ പാർക്കിനായി വീണ്ടും കരാർ കൊടുത്തത് വൻ അഴിമതിക്കായാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമരത്തിൽ കൌൺസിലർമാരായ എൻ ശ്രീകാന്ത്, ശ്രീലത രാധാകൃഷ്ണൻ, ഇന്ദിരാദേവി, നേതാക്കളായ ഇല്ലിയാസ് അലി, രമണൻ ചേലാക്കുന്ന്, ആർ സതീഷ് കുമാർ, എൻ വി രത്നകുമാർ, വി പി രാധാകൃഷ്ണൻ, ജോയ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കൌൺസിലിൽ രേഖാമൂലം ചോദിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അനുവദിക്കാത്തതിനെതിരെ ബിജെപി പ്രതീകാത്മകമായി ചോദ്യ ബോർഡും സ്ഥാപിച്ചു. ആലുവ ശതാബ്ദി ആഘോഷത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ എന്തുകൊണ്ട് കൌൺസിലിൽ വെക്കുന്നില്ല? ഇതിനായി തനത് ഫണ്ടിൽ നിന്നും എത്ര ചിലവാക്കി? മാർക്കറ്റ് പണിയുന്നതിനായി അവിടുത്തെ വ്യാപാരികളിൽ നിന്നും മുൻകൂറായി വാങ്ങിയ തുക എത്ര? തുടങ്ങിയ ചോദ്യങ്ങളാണ് ബോർഡിൽ ഉന്നയിച്ചിരിക്കുന്നത്. ചെറുവണ്ടികൾക്കുള്ള പാർക്കിംഗ്, അതായത് കാറ്, ഓട്ടോ, സ്കൂട്ടർ അങ്ങനെയുള്ള പാർക്കിംഗ് മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത്. ഇത് നടക്കാണ്ടായ സമയത്താണ് നമ്മൾ ഇതിനെതിരെ പരാതിയുമായി ആദ്യം പോകുന്നതും കാര്യങ്ങൾ നീക്കുന്നതും. ആ സമയത്ത് ഇപ്പൊ 3 പ്രാവശ്യം കൊടുത്തു, അതായത് 3 പ്രാവശ്യം എടുത്തത് ഒരാൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റാണ്ടിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എടുത്തത് 3 ആളുടെ പേരിലാണ്. അതായത് അടുത്ത ഒരു പ്രാവശ്യം എടുക്കുന്ന ആളുടെ പേരിലായിരിക്കില്ല അടുത്ത പ്രാവശ്യം എടുക്കുന്നത്. ഇയാൾക്കെതിരെ ഇതുവരെ ഈ ഒരു സൗന്ദര്യവൽക്കരണ പ്രവർത്തനം ഇതുവരെയും കരാറെടുത്ത ഒരാൾക്കെതിരെയും ഒരു നടപടിയും മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഇത് അന്വേഷിച്ച് മുന്നോട്ട് പോയ സമയത്താണ് വിവരാവകാശം വഴിയാണ് നമുക്ക് ഇതിന്റെ ബന്ധപ്പെട്ട രേഖകൾ നാഷണൽ ഹൈവേയിൽ നിന്നും ആലുവ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഉൾപ്പെടെ ലഭിക്കുന്നത്. ഇതിന് നാഷണൽ ഹൈവേയുടെ അനുമതിയില്ല എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, ആലുവ. 1ാം വാർഷികത്തിന്റെ നിറവിൽ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG റോഡ് വെറും 1% മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യും. ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 25 വരെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.